സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകമെമ്പാടും ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ അവസരത്തിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തെ പുനർനിർവചിച്ച ആഴമേറിയതും സമൂലവുമായ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തിരിക്കാം. യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ നിസ്വാർത്ഥ ത്യാഗത്തിലൂടെ കാലക്രമേണ പ്രതിധ്വനിക്കുന്ന ഒരു പ്രവൃത്തിയിലൂടെ വളരെ ശുദ്ധവും ആഴമേറിയതുമായ ഈ സ്നേഹം പ്രകടമായി. ഈ സ്നേഹത്തിൻ്റെയും ദാനത്തിൻ്റെയും അവസരത്തിൽ എല്ലാവരുടെയും വീണ്ടെടുപ്പിനായി മരണത്തോളം തന്നെത്താൻ താഴ്ത്തിയ യേശുവിൻ്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങൾ ഓർക്കട്ടെ. അവൻ്റെ സമാനതകളില്ലാത്ത ത്യാഗം സ്വാർത്ഥ താല്പര്യമില്ലാത്തതും മറ്റുള്ളവർക്കായി ഉദാരമായി ചൊരിയപ്പെടുന്നതുമായ സ്നേഹത്തിൻ്റെ ഉദാഹരണമാണ്. ഈ കാലഘട്ടം ക്ഷണികമായ വികാരങ്ങളുടെ ഒരു നിമിഷം മാത്രമായി മാറുന്നതിനേക്കാൾ ഉപരി ആഴത്തിലുള്ള ആത്മീയ ചിന്തയ്ക്കുള്ള അവസരവുമാകട്ടെ. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ചിന്തിക്കാനുള്ള സമയമാണിത്. ഈ ദിവ്യ സ്നേഹത്തിൻ്റെ പരിവർത്തന ശക്തി സ്വീകരിക്കുന്നതിലൂടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴവും ആത്മാർത്ഥതയും പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നാം പ്രചോദിതരായിത്തീരാം. ഓരോ ദിവസവും ഈ സ്നേഹത്തിൻ്റെ വിളിയിൽ ജീവിക്കുവാനും യേശു കാണിച്ച ധൈര്യവും അഭിനിവേശവും ഉൾക്കൊള്ളുവാനും ലോകത്തെ പ്രത്യാശയിൽ പ്രകാശിപ്പിക്കുവാനുമുള്ള ഒരു ക്ഷണമാകട്ടെ. നാം പരസ്പരം ഇടപഴകുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും വാക്കുകളും അവൻ്റെ മാതൃകയാൽ പ്രചോദിതമാകട്ടെ. യേശുവിൻ്റെ സ്നേഹം. മനുഷ്യ ശരീരം സ്വീകരിക്കാൻ യേശു സ്വർഗം വിട്ടു. ബോധപൂർവം നമുക്ക് വേണ്ടി തന്നെ പരിമിതപ്പെടുത്തി. അവൻ നിന്ന, പരിഹാസം, വിശ്വാസവഞ്ചന, ക്രൂരമായ പീഡനം, കുരിശിലെ വധശിക്ഷ എന്നിവ സഹിച്ചു. പാപമോ ഏതെങ്കിലും തെറ്റോ ചെയ്തിട്ടല്ലെങ്കിലും പാപികൾക്കുള്ള പ്രായശ്ചിത്തയാഗമായി തൻ്റെ ജീവൻ നൽകുവാൻ അവൻ തീരുമാനിച്ചു. ദൈവവും പാപിയായ മനുഷ്യവർഗവും തമ്മിലുള്ള വേർപിരിയലിനെ മറികടക്കുവാൻ ഇടയാക്കി. ഇപ്പോഴും നമ്മോടുള്ള ക്രിസ്തുവിൻ്റെ നിരുപാധികമായ സ്നേഹം പ്രത്യാശയുടെയും രക്ഷയുടെയും ഒരു ദീപസ്തംഭമായി പ്രകാശിക്കുന്നു. കാൽവരിയിലെ കുരിശിൽ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ കൊത്തിവെച്ച ഈ ദിവ്യ സ്നേഹം മനുഷ്യധാരണയെ മറികടക്കുന്നു. വിശുദ്ധിയുടെയും പാപരഹിതയുടെയും മൂർത്തിഭാവമായ യേശു തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്ത രക്തസാക്ഷിയായിട്ടല്ല, മറിച്ച് അനുരഞ്ജനത്തിനുള്ള പാത ഒരുക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനായിട്ടായിരുന്നു വേദനാജനകമായ കഷ്ടപ്പാടും മരണവും സ്വീകരിച്ചത്. യേശുവിൻ്റെ കുരിശുമരണം സ്നേഹത്തിൻ്റെ ആത്യന്തിക പ്രകടനമാണ്. അചഞ്ചലമായ സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം. റോമാലേഖനം 5-ാം അധ്യായത്തിൽ ഈ സത്യം വളരെ വ്യക്തതയോടെ പ്രഖ്യാപിക്കുന്നു. എന്നാൽ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിൽ ദൈവം നമ്മോടുള്ള തൻ്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നു. ഈ ഭാഗത്തിൻ്റെ സാരാംശം അഗാധമാണ്. പ്രിയരെ, നാം കുറവുള്ളവരും അർഹതയില്ലാത്തവരുമായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ത്യാഗപരമായ സ്നേഹം നമ്മെ പൊതിയുന്നു. നമ്മുടെ ലംഘനങ്ങളുടെ ഗൗരവം അവനെ പിന്തിരിപ്പിച്ചില്ല. പകരം നമ്മുടെ ഏറ്റവും ആവശ്യമുള്ള നിമിഷത്തിൽ അർഹതയില്ലാതിരുന്നിട്ടും ക്രിസ്തു കൃപയാൽ ഇടപെട്ടു. റോമാലേഖനത്തിൽ പറയുന്നത് പോലെ തക്ക സമയത്ത് ഭക്തികെട്ട നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു. ഈ ആഴമേറിയതും അതിരുകളില്ലാത്തതുമായ സ്നേഹം വ്യക്തിപരവും ആത്മീയവുമായ അനുരഞ്ജനത്തിലേക്കുള്ള പാതയെ പ്രകാശിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ അചഞ്ചലമായ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പരിവർത്തനത്തിന് വിധേയമാകാനുള്ള നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു ക്ഷണമാണിത്. ശ്രദ്ധിക്കുക. സ്നേഹത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. നാം പലപ്പോഴും സ്നേഹത്തെ ഭൗമിക കാര്യങ്ങളുമായി ആശയക്കുഴപ്പത്തിലാക്കുന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് ഒരു സൈന്യത്തെയോ സിംഹാസനത്തെയോ അതിൻ്റെ മഹത്വത്തെയോ ജയിക്കാനല്ല, മറിച്ച് പിതാവിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്ന പാപത്തിൻ്റെ തടസ്സം നീക്കം ചെയ്യുന്നതിനും പരസ്പരം നാം എങ്ങനെ പെരുമാറണമെന്ന ഒരു മാതൃക നൽകുന്നതിനും വേണ്ടിയാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ അവൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. യേശുവിൻ്റെ വിലയേറിയ സ്നേഹം നമ്മുടെ വീണ്ടെടുപ്പിനായി ആത്യന്തിക വില നൽകുവാൻ അവനെ പ്രേരിപ്പിച്ചു. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, മറ്റുള്ളവരെ നിസ്വാർത്ഥമായി സ്നേഹിക്കുക എന്നീ 2 ഏറ്റവും വലിയ കൽപ്പനകൾ യേശു പൂർണ്ണമായി പാലിച്ചു. നമ്മുടെ സ്വർഗീയ പിതാവുമായുള്ള കൂട്ടായ്മ ആസ്വദിച്ച ശേഷം ഒരു രക്ഷാദൗത്യത്തിനായി അവൻ ഈ തകർന്ന ലോകത്തിലേക്ക് കാലെടുത്തു വെച്ചു. രക്ഷിക്കാൻ വന്നവരാൽ തന്നെ നിരസിക്കപ്പെട്ടുവെങ്കിലും അവൻ ക്ഷമിച്ചു. അനീതിയും ക്രൂരതയും നേരിട്ടിട്ടും യേശു സഹിക്കുകയും കുറ്റമറ്റവനായിരുന്നിട്ടും നമ്മെ ദൈവവുമായി അനുരഞ്ജിപ്പിക്കാൻ അവൻ നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത്
നമുക്ക് സ്നേഹത്തിൻ്റെ മാതൃക കാണിച്ചു തന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:16 പ്രസ്താവിക്കുന്നത് പോലെ സ്നേഹം എന്താണെന്ന് നമുക്കിങ്ങനെ അറിയാം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ വെച്ചു കൊടുത്തു. സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ ജീവൻ വെച്ചു കൊടുക്കണം എന്നല്ല ഇതിനർത്ഥം. നമ്മുടെ ജീവൻ ഉപേക്ഷിക്കുക എന്നതുമല്ല, മറിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ത്യാഗം ചെയ്യുക എന്നതാണ്. തെറ്റ് ചെയ്യുമ്പോൾ ക്ഷമിക്കുക എന്നാണ് ഇതിനർത്ഥം. അസാധ്യമെന്ന് തോന്നുമ്പോൾ പോലും ക്ഷമിക്കുക, ദയയോടെ പ്രതികരിക്കുക, സ്നേഹം ആരംഭിക്കുക. പ്രായോഗികമായി പറഞ്ഞാൽ ഇത് അതിരറ്റ ഔദാര്യത്തോടെ ജീവിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കുള്ളതിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ദൗർലഭ്യത്തിൽ നിന്ന് പോലും പങ്കിടാനുള്ള സന്നദ്ധതയും ഈ രീതിയിൽ സുവിശേഷത്തോടും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളോടുമുള്ള നമ്മുടെ പ്രതിബദ്ധത നാം പ്രകടിപ്പിക്കുക മാത്രമല്ല, തകർന്ന ലോകത്തെ സുഖപ്പെടുത്താൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ അലകൾ നമുക്ക് സൃഷ്ടിക്കുവാനും കഴിയും. പ്രിയമുള്ളവരെ, സ്നേഹം ഒരു നിശ്ചിത പദ്ധതി പ്രകാരമോ സമയപരിധിയോ അനുസരിച്ചല്ല വരുന്നതെന്ന് ഓർമ്മിക്കുക. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, അത് അഹങ്കരിക്കുന്നില്ല. സ്നേഹം സ്വന്തം രീതിയിൽ നിർബന്ധിക്കുന്നില്ല. സ്നേഹം പരുഷമോ പ്രകോപിതനാകുകയോ നിരസപ്പെടുകയോ ചെയ്യുന്നില്ല. അത് തെറ്റിൽ സന്തോഷിക്കുന്നില്ല, മറിച്ച് സത്യത്തിൽ സന്തോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളെ സ്വതന്ത്രരാക്കുവാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങളുടെ മോചനത്തിനായി യേശു കുരിശിൽ സഹിച്ച അതിതീവ്രമായ വേദനയും കഷ്ടപ്പാടും ഇന്ന് ഞങ്ങൾ ഓർക്കുന്നു. നിത്യജീവൻ്റെ ദാനം ഞങ്ങൾക്ക് നൽകുന്നതിനായി അവിടുന്ന് ഞങ്ങൾക്കായി ജീവൻ നൽകി. ഇത്രയും വലിയ ത്യാഗത്തെ, സ്നേഹത്തിൻ്റെ ഈ വലിയ ദാനത്തെ ഒരിക്കലും നിസ്സാരമായി കാണാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് സൗജന്യമായി നൽകിയ ഈ രക്ഷാപണിച്ചുകളെയും തിരിച്ചറിയാതെ പോവുകയും ചെയ്തതിന് ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ മുറിവുകളാൽ ഞങ്ങൾ സുഖം പ്രാപിച്ചതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ വലിയ ത്യാഗത്താൽ പാപവും മരണവും കീഴടക്കപ്പെട്ടതിനും അങ്ങയുടെ ശക്തി ശാശ്വതമാണെന്നതിനും നന്ദി. അങ്ങെല്ലാം പുതുതാക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശുവിൻ്റെ പരിശുദ്ധവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.